السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله وسلم وبارك على نبينا وحبيبنا محمد وعلى آله وأصحابه الفائزين أجمعين. أما بعد. ബഹുമാനമേറെയുള്ള വിശ്വാസികളെ, പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ഈയൊരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിരീക്ഷണം, അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം. അള്ളാഹു നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്ന ബോധം നമ്മൾക്കുണ്ടാകണം. അതിലൂടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും പേടിയും നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഷെയ്ഖ് സ്വാലിഹ് സിന്ധിയുടെ മറാഖിൽ വാഇ എന്ന ഗ്രന്ഥത്തിലെ ഹുജ്ജിയത്തു സുന്ന, സുന്നത്തിൻ്റെ പ്രാമാണികത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളത്. നമ്മൾക്കറിയാം, നമ്മളുടെ ഈ അസറിന് ശേഷമുള്ള ക്ലാസ്സുകൾ ആ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ വായിക്കാറുള്ളത്. ഈ ഒരു വിഷയം, ഹദീസിൻ്റെ പ്രാമാണികത അല്ലെങ്കിൽ സുന്നത്തിൻ്റെ പ്രാമാണികത, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം ഒരുപാട് ആളുകൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, സംവിധാനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ മുസ്ലിമീങ്ങൾക്ക് സംശയമുണ്ടാക്കാനും, നമ്മൾക്ക് എന്തിനാണ് ഹദീസ്, ഖുർആൻ പോരെ, നമ്മൾക്ക് ഖുർആൻ മാത്രം മതിയല്ലോ, ഹദീസുകളൊക്കെ എന്തിനാണ്, അതിലൊക്കെ ഒരുപാട് കളവുകളുണ്ട്, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളിൽ മുസ്ലിം ഉമ്മത്തിന് സംശയമുണ്ടാക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൽ നിന്നും ശരിയായ ദീനിൽ നിന്നും മുസ്ലിമീങ്ങളെ അകറ്റാൻ പരിശ്രമിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ നാട്ടിലും പുറം നാടുകളിലുമൊക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സജീവമാണ്. ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവർ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ പരിഹസിക്കുന്നവർ ഒക്കെ ആ കൂട്ടത്തിൽ പെടും. ഇന്ന് ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. ഇത്ര ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിൻ്റെ ശത്രുക്കൾ, ഹദീസിൻ്റെ ശത്രുക്കൾ, അവർക്ക് ഇത്തരം സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത്, യുവാക്കൾ അല്ലെങ്കിൽ ഉമ്മത്തിലെ എല്ലാ ആളുകളും കൃത്യമായ ഒരു അവബോധം, ഒരു സഹ്വ, ഒരു അവയർനെസ് നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾക്ക് നബവി ഹദീസുകളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിൻ്റെ പ്രാമാണികതയെക്കുറിച്ച്, അത് നിഷേധിക്കുന്നവർ, അത് പ്രമാണമല്ല എന്ന് പറയുന്നവരുടെ വിധി എന്താണ് എന്ന് പരിശോധിക്കാം. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മുസ്ലിമായി ജനിക്കുന്ന ഒരു വ്യക്തി നിർബന്ധമായും അറിയുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അത് വാക്കുകളാകട്ടെ, പ്രവർത്തികളാക്കട്ടെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദങ്ങൾ, അംഗീകാരങ്ങളൊക്കെയാണല്ലോ സുന്നത്ത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ട വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുന്ന പ്രവർത്തികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
നബിയുടെ സദസ്സിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുക ഒരു വിഷയം നടന്ന് നബീന് അംഗീകാരം കൊടുത്ത കാര്യങ്ങൾ, ഇതൊക്കെയാണ് സുന്നത്ത് എന്ന് പൊതുവെ ഹദീസ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ആ സുന്നത്ത് അതെന്ത് തന്നെ ആകട്ടെ, അത് എപ്പോഴും പ്രമാണമാണ് എന്ന് നമ്മൾക്കറിയാം. അത് പ്രമാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പ്രമാണമല്ല, ദീനിൽ പ്രമാണമല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ദീനിൽ പരിഗണിക്കൂല, എൻ്റെയും നിങ്ങളുടെയും വാക്ക് പരിഗണിക്കൂല എന്ന് പറയണ പോലെ അല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും ദീനിൽ പരിഗണിക്കൂല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇപ്പോൾ പരിഗണനീയമാണ്, പ്രമാണമാണ്, എല്ലാ സന്ദർഭങ്ങളിലേക്കും അതിലേക്ക് മടങ്ങൽ നമ്മൾക്ക് നിർബന്ധമാണ്. നമ്മൾ ഒരു സംശയമുള്ള വിഷയം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എങ്ങനെയാണ് വന്നത്, നബി എന്താണ് ചെയ്തത്, നബി എന്താണ് പറഞ്ഞത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിർബന്ധമാണ്. അത് ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും മുറുകെ പിടിക്കലും പ്രാവർത്തികവൽക്കരിക്കലും നിർബന്ധമാണ്. അതിൽ സംശയം, അത് പ്രമാണമാണ് എന്നുള്ളതിൽ സംശയം വെക്കാൻ നമ്മൾക്ക് പാടുള്ളതല്ല. മാത്രമല്ല സുന്നത്തിനെ കൊണ്ട് അഖീദാ കാര്യങ്ങളും സ്ഥിരപ്പെടും, അതേപോലെ തന്നെ ഹുക്കുമുകളും സ്ഥിരപ്പെടും. നമസ്കാരത്തിലെ റുക്നുകളും നമസ്കാരത്തിലെ വാജിബാത്തുകളും നമസ്കാരത്തിലെ സുന്നത്തുകളും സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെടുന്നത് പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമായ കാര്യങ്ങളും അല്ലാഹുവിലും മലായിക്കത്തിലും അതേപോലെ തന്നെ അന്ത്യദിനത്തിലും പ്രവാചകന്മാരുടെ വിഷയത്തിലും സുന്നത്തിൽ എന്തൊക്കെ വന്നോ അഖീദാ വിഷയങ്ങളിലും സുന്നത്ത് പ്രമാണമാണ്, കർമ്മപരമായ വിഷയങ്ങളിലും സുന്നത്ത് പ്രമാണമാണ് എന്നൊരു വിശ്വാസി കൃത്യമായി വിശ്വസിച്ചിരിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, അലാ നിങ്ങൾ അറിയണം, ഇന്നി തീർച്ചയായും ഞാൻ ഊതീതുൽ കിതാബ എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, വമിസ്ലഹു മഅഹു അതുപോലെയുള്ള ഒന്നും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അലാ നിങ്ങൾ അറിയണം, ഇന്നി ഊതീതുൽ ഖുർആന എനിക്ക് ഖുർആൻ നൽകപ്പെട്ടു, വമിസ്ലഹു മഅഹു അതിനെപ്പോലെയുള്ള ഒന്നും നൽകപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഖുർആനിലില്ല, ഹദീസിലുണ്ട്, എന്നാൽ സ്വീകരിക്കണം. കാരണം ഖുർആനും വഹിയാണ്, ഹദീസുകളും വഹി തന്നെയാണ്, രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഖുർആനിൽ ആകത്തുക ചുരുക്കി പറഞ്ഞത് അതേപോലെ തന്നെ വിശദമാക്കാതെ പറഞ്ഞതൊക്കെ ഹദീസിലൂടെയാണ് വിശദീകരിക്കപ്പെടുക. നമസ്കരിക്കണം എന്ന് ഖുർആനിലുണ്ട്, പക്ഷെ എത്ര റക്അത്ത് നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, സുജൂദിൻ്റെ രൂപം, റുക്കൂഇൻ്റെ രൂപം, ഇതൊക്കെ നമ്മൾക്ക് വിശദീകരിച്ച് തരാനും കൂടിയാണ് സുന്നത്തുള്ളത്. അതുകൊണ്ട് തന്നെ സുന്നത്തുകൾ ഒഴിവാക്കി ഖുർആൻ സ്വീകരിക്കുന്ന ഒരു രൂപം ഇല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഖുർആനും സുന്നത്തും പരസ്പര പൂരകങ്ങളാണ്. അത് രണ്ട് പ്രധാനപ്പെട്ട അസ്ലുകളാണ്. ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ മറ്റേ ഒന്നിനെ നിഷേധിക്കുന്നത് പോലെ തന്നെയാണ്. ഹദീസിനെ നിഷേധിക്കുന്നവൻ ഖുർആനിനെയാണ് നിഷേധിക്കുന്നത്, ഖുർആനെ നിഷേധിക്കുന്നവൻ സുന്നത്തുകളെയാണ് നിഷേധിക്കുന്നത്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഹദീസുകൾ റസൂലുള്ളാഹിൽ നിന്ന് സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പുള്ള ഒരു ഹദീസിനെ നബി സല്ലല്ലാഹു എനിക്ക് സ്വീകരിക്കാൻ മനസ്സില്ല, ഞാൻ അതിനെ നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു എന്ന് ധിക്കാരം കാണിച്ചാൽ ഒരു പക്ഷേ അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. അത് പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു റിസാലയുണ്ട്. ആ റിസാലയുടെ പേരിങ്ങനെയാണ്, മിഫ്താഹുൽ ജന്ന ഫിൽ ഇഹ്തിജാജി ബിസ്സുന്ന. സുന്നത്തിൻ്റെ പ്രാമാണികതയുമായി ബന്ധപ്പെട്ട് സുയൂത്തി റഹിമഹുല്ല എഴുതിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ കാണാം, ഫഅലമു റഹിമക്കുമുല്ലാ നിങ്ങൾ അറിയണം, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ, അന്നമൻ അൻകറ കൗന ഹദീസിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ കാന ഔ ഫിഅലൻ ബിശർത്തിഹിൽ മഅറൂഫി ഫിൽ ഉസൂലി ഹുജ്ജതൻ. സ്ഥിരപ്പെട്ടതായ ഒരു ഹദീസ് അത് പ്രമാണമാണ് എന്നുള്ളത് അതിനെ ആരെങ്കിലും നിരാകരിച്ചാൽ കഫറ അവൻ കാഫിറാകും, വഖറജ അൻ ദാഇറത്തിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ബൗണ്ടറിയിൽ നിന്നും പുറത്തു പോകും, വഹുശ്ശിറ മഅൽ യഹൂദി വന്നസാറ ജൂത ക്രിസ്ത്യാനികളുടെ കൂടെ അവൻ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ഔ മഅ മൻ ശാ അല്ലാഹു മിൻ ഫിറഖിൽ കഫറ അല്ലെങ്കിൽ മറ്റ് കാഫിരി കൂട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ അവൻ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഗൗരവത്തോടുകൂടി
സുയൂത്തി റഹിമഹുല്ല പറഞ്ഞത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഹസം അദ്ദേഹം പറയുന്നു, ലൗ അന്നമ്രഅൻ ഖാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു എന്നിരിക്കട്ടെ, ലാ തഅഖുദ് ഇല്ലാ മാ വജദ്നാ ഫിൽ ഖുർആൻ, ഖുർആനിൽ കണ്ടത് മാത്രം നിങ്ങൾ എടുത്താൽ മതി, മറ്റൊന്നും നിങ്ങൾ എടുക്കേണ്ടതില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ലകാന കാഫിറൻ ബിഇജ്മാഇൽ ഉമ്മ, ഉമ്മത്തിന് ഏകോപിച്ച അഭിപ്രായമുണ്ട് അയാൾ കാഫിറാണ് എന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരിഹസിക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നിരാകരിക്കരുത്, ഹദീസുകളോട് ഒരു പുച്ഛ മനോഭാവം നമ്മൾക്ക് ഉണ്ടാകരുത്. അത് ഹദീസല്ലേ, അത് സുന്നത്തല്ലേ, അങ്ങനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ അലംഭാവം കാണിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപാട് കൂട്ടം ആളുകൾ, ഞാൻ ഈ സുന്നത്തിൻ്റെ വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന ഒരുപാട് കൂട്ടം ആളുകൾ പണ്ടുണ്ട് ഇന്നുണ്ട്. പണ്ടത്തെ ചില കൂട്ടങ്ങൾ ഖവാരിജുകൾ, മുഅ്തസിലകൾ, ബാത്വിനികൾ, അവരൊക്കെ ഒരുപാട് സുന്നത്തിൽ കുറേ ഹദീസുകൾ നിഷേധിച്ചവരാണ്. മുഅ്തസിലത്ത് ഒരുപാട് ഹദീസ് നിഷേധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് യോജിക്കാത്ത ഹദീസ് ഇഷ്ടപ്പെടാത്ത വന്നപ്പോൾ നിഷേധിക്കാതെ വേറെ വഴിയില്ല. അതേപോലെ തന്നെ ഖവാരിജുകൾ, പിന്നെ ബാത്വിനികൾ നിഷേധിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ, നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ അള്ളാഹുവിൻ്റെ ഉണ്മയെ തന്നെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾ, അതേപോലെ തന്നെ പ്രവാചകത്തെ നിഷേധിക്കുന്നവരൊക്കെ ഹദീസിനെ നിഷേധിക്കുന്നവരാണ്. പിന്നെ മാത്രമല്ല ചില ജൂത ക്രിസ്ത്യാനികൾ ഹദീസുകളെ നിഷേധിക്കുന്നവരാണ്. അതിന് നമ്മൾക്കത് ഓറിയൻ്റൽ കൂട്ടങ്ങൾ, ഓറിയൻ്റലൈസേഷൻ എന്ന് പറയും, ആ രൂപത്തിൽ ഹദീസിനെ നിഷേധിക്കുന്ന മുസ്തശ്രീഖീങ്ങൾ, അവരൊക്കെ ഈ ജൂത ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ. ഇങ്ങനെ ഹദീസിനെ നിഷേധിക്കുന്നവർ ഒരുപാടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് എണ്ണുന്നത്. ഖാദിയാനികൾ, അതേപോലെ തന്നെ അവരുടെ പോലെയുള്ള ഒരുപാട് ആളുകൾ, സ്വഹാബത്തിൻ്റെ ശത്രുക്കൾ, ഈ സ്വഹാബാക്കളുടെ വിഷയത്തിൽ ഒരു അടിസ്ഥാനമില്ലാതെ സ്വഹാബാക്കളെ പരിഹസിക്കുക, കളിയാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നമ്മുടെ നാട്ടിലൊരു മൗലവി ഇടയ്ക്കിടയ്ക്ക് ഈ അടുത്ത് ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച്, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ ഭയങ്കര വൾഗറായി മോശ രൂപത്തിൽ സംസാരിക്കുന്നത് കാണാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില റീലുകൾ ഇടയ്ക്ക് തുറന്നു നോക്കിയതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം തുറന്നാൽ അബൂബക്കർ റളിയല്ലാഹുവിനെ പരിഹസിക്കുക, തുറന്നാൽ ഉമർ റളിയല്ലാഹുവിനെ പരിഹസിക്കുക, പിന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തി. ഇങ്ങനെ നമ്മൾ പറയുന്നത് സ്വഹാബാക്കൾ എല്ലാവർക്കും കൃത്യമായ ഒരു നിലപാട് നമ്മൾക്കുണ്ട്. സ്വഹാബത്തിൻ്റെ വിഷയം നമ്മൾ അഖീദാ വിഷയമാണ്, നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വഹാബത്തിനോടുള്ള ഇഷ്ടം എൻ്റെ അഖീദയാണെന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നത്. ഹുബ്ബുസ് സ്വഹാബത്തി കുല്ലിഹിം ലീ മദ്ഹബുൻ വമവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലു ലാകിന്നമസ് സിദ്ദീഖു മിൻഹും അഫ്ളു. സ്വഹാബാക്കൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്ഥാനം ദീനിലുണ്ട്. നമ്മുടെ നാട്ടിലും സ്വഹാബാക്കളെ പരിഹസിക്കുന്നവർ, സ്വഹാബാക്കളെ പരിഹസിക്കുന്നതിൻ്റെ പേരിൽ ഹദീസുകളെ നിഷേധിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇന്നത്തെ നാട്ടിൽ കാണുന്നത് ഖുർആനികൾ, അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണാം ചില ആളുകൾ ഖുർആനിൻ്റെ ആളുകളാണ് നടക്കുക. എന്നിട്ടോ ഹദീസുകളൊക്കെ തള്ളും. അവർക്ക് ഖുർആനായിട്ടും ബന്ധമല്ല, ഹദീസുമായിട്ടും ബന്ധമല്ല. ഖുർആൻ മാത്രം മുറുകെ പിടിച്ചാൽ മതി, ഹദീസൊന്നും നമുക്ക് ആവശ്യമല്ല എന്ന് ജൽപ്പിക്കുന്നവരുണ്ട്. അവരും ഹദീസിനെ നിഷേധിക്കുന്നവരാണ്. പിന്നെ വ്യത്യസ്ത ചിന്താഗതികൾ, ചിന്താധാരകൾ വെച്ച് പുലർത്തുന്ന അഖ്ലാനികൾ, പുതിയ ചിന്തകർ, ലിബറൽ ശക്തികൾ, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ, സ്വതന്ത്രവാദികൾ, ഇവരൊക്കെ അവർക്കിഷ്ടപ്പെടാത്ത സുന്നത്തുകളെ, ഹദീസുകളെ തള്ളുക. ഒരു ഹദീസ് വരുമ്പോൾ ഇതിപ്പോൾ നമുക്കേ ഈ നാട്ടിൽ പറ്റൂല, നമ്മൾ അതൊക്കെ ഒരു 6-ാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര സംസ്കാരത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്, ഹദീസുകൾ സ്വീകരിക്കുന്നവർ കാലത്തിൻ്റെ ചോരയിത്തുകൾ വായിക്കാത്തവരാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കുക എന്നല്ലാതെ അങ്ങനെ ആ രൂപത്തിൽ ഹദീസുകളെ പരിഹസിച്ച് അവർക്കിഷ്ടപ്പെടാത്ത ഓരോ ഹദീസുകളെ ഇങ്ങനെ തള്ളുന്ന വ്യത്യസ്ത ചിന്താധാരകൾ നിലവിലുണ്ട്. ചില ആളുകൾ പറഞ്ഞ് ഇബാദത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഞങ്ങൾ എടുക്കും, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അങ്ങനത്തെ ഹദീസുകളൊക്കെ ഞങ്ങൾ എടുക്കും. പക്ഷെ ബാക്കിയുള്ള ഹദീസുകളൊന്നും എന്ത് ചെയ്യൂല, ഞങ്ങൾ എടുക്കൂല. വേറെ ചിലർക്ക് അതും പറ്റൂല, അഖീദാപരമായ ഹദീസുകളൊക്കെ ഞങ്ങൾ എടുക്കും. ഈ ഇബാദത്തിൻ്റെ വിഷയത്തിലുള്ള എല്ലാ ഹദീസൊന്നും സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. എല്ലാവർക്കും അവരുടേതായ വ്യത്യസ്ത രൂപത്തിലുള്ള പിന്നെ ആശയക്കുഴപ്പങ്ങൾ, സംശയം ഉണ്ടാക്കലുണ്ട്. ജനങ്ങൾക്കിടയിൽ ചെന്നിട്ട് കണ്ടോ അതങ്ങനെയല്ലേ, പിന്നെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ മരണങ്ങൾ കണ്ടിട്ടില്ലേ, അവിടെ ഏതൊക്കെ സ്വഹാബത്ത് പങ്കെടുത്തു കണ്ടോ, അപ്പോൾ സ്വഹാബത്തിൽ പലരും മോശം മനസ്സുള്ളവരാണ്,
ഓരൊക്കെ ദീനിനെ ചതിയന്മാരാണ്, വഞ്ചകരാണ്, മുആവിയ റളിയല്ലാഹു അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് പിന്നെ ദീനിനെ നശിപ്പിച്ച ആളാണ്, രാജകൊട്ടാരത്തിനും സുഖസൗകര്യത്തിനും വേണ്ടി, അങ്ങനെ സ്വഹാബാക്കളുടെ വിഷയത്തിൽ ഒരു ഗൗരവമില്ലാതെ സംസാരിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ചൊക്കെ നമ്മൾക്ക് സൂചന തന്നിട്ടുണ്ട് മുമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാതീനൽ ഇൻസി വൽ ജിന്ന്. ഓരോ പ്രവാചകന്മാർക്കും ശത്രുക്കളുണ്ട്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്വാന്മാർ. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. അവർ പരസ്പരം ഇങ്ങനെ വഹി കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ പറ്റിക്കും ആൾക്കാരെ. വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു ഫദർഹും വമാ യഫ്തറൂൻ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരിതൊന്നും ചെയ്യൂലായിരുന്നു, പക്ഷെ അള്ളാഹുവിന് കൃത്യമായ ഉദ്ദേശം അതിനൊക്കെ പിറകിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ ഉണ്ടാവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ കേൾക്കുന്നവരെ, പ്രിയമുള്ളവരെ, നമ്മളുടെ മനസ്സിൽ സുന്നത്തിന് എത്ര പ്രാധാന്യമുണ്ട്, നമ്മുടെ മനസ്സിൽ ഹദീസുകൾക്ക് എത്ര ഗൗരവമുണ്ട്, നമ്മളുടെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കിന് എത്ര ഗൗരവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വരികയാണ്, ഈ പള്ളിയിൽ ജാമിയ മസ്ജിദുൽ കൗസറിൽ നബി തങ്ങൾ വന്നു എന്ന് വിചാരിക്കുക. വന്നിട്ട് എൻ്റെയോ നിങ്ങളുടെയോ മുമ്പിൽ നിന്ന് റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എത്ര ഗൗരവം ഉണ്ടാകും. സുന്നത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞാൽ റസൂലുള്ള ഒരു വിഷയം പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? നിങ്ങൾ ഖുർആന് പഠിപ്പിച്ചെന്നാൽ മതി, നിങ്ങളെ വാക്കൊന്നും നമ്മൾ എടുക്കൂല എന്ന് റസൂലുള്ളാഹിനോട് നമ്മൾ പറയുമോ? അങ്ങനെ ഒരു മുസ്ലിം ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ വാക്കിന് കൃത്യമായ നിലപാട് നമ്മൾക്കുണ്ടാകണം. റസൂലുള്ള സൂചന തന്നിട്ടുണ്ട്, മുമ്പേ സൂചന തന്നിട്ടുണ്ട്. കാരണം റസൂലുള്ള പ്രവാചകനാണ്, റസൂലുള്ളാഹിന്റെ ഒരു പ്രൊഫസി, ഒരു പ്രവചനാണെന്ത്? അലാ ഹൽ അസാ റജുലുൻ യബ്ലുഗുൽ ഹദീസു അന്നി വഹുവ മുത്തഖിഉൻ അലാ അരീകതിഹി ഫയഖൂൽ ബൈനനാ വബൈനകും കിതാബുല്ലാഹ് ഫമാ വജദ്നാ ഫീഹി ഹലാലൻ ഇസ്തഹ്ലൽനാഹു വമാ വജദ്നാ ഫീഹി ഹറാമൻ ഹറംനാ. അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. റസൂൽ താക്കീത് തരാണ്. ഒരു കാലത്ത് ഒരു കൂട്ടം ആളുകൾ വരും, സോഫയിൽ ചാരിയിരുന്ന്, ചാരുകസേരയിൽ ചാരിയിരുന്നോല് പറയും, ഹദീസോ എന്ത് ഹദീസ്, അതൊന്നും നമ്മൾ എടുക്കൂല. ഖുറാനിൽ കണ്ടത് ഹലാൽ നമ്മൾ ഹലാലാക്കും, ഖുറാനിൽ ഹറാമാക്കിയത് നമ്മൾ ഹറാമാക്കും, ഹദീസ് നമ്മൾ എടുക്കൂല. വൈന്നമാ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വൈന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ഹറാമാക്കിയത് അള്ളാഹ് ഹറാമാക്കിയത് പോലെ തന്നെയാണ്. കാരണം അള്ളാഹു അതിനാണ് റസൂലിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്, അതിനാണ് അള്ളാഹിൻ്റെ റസൂലിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പം അത് ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. നമുക്ക് ഈ ഖുർആനികൾ അല്ലെങ്കിൽ അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്നവരുടെ വാദഗതികളൊന്ന് പരിശോധിക്കാം. നമുക്ക് ഖുർആൻ മതി, കേൾക്കുമ്പോൾ നല്ല മധുരം, തേനിൽ പൊതിഞ്ഞ വിഷമാണല്ലോ, പായസത്തിൽ വിഷം കലക്കണ പരിപാടിയാണല്ലോ. ഖുർആൻ്റെ ആളുകളാണ് നമ്മളെല്ലാവരും, ഖുർആൻ്റെ ആളുകളാണല്ലോ. കാരണം റസൂലുള്ളാഹിയുടെ ഹദീസ് ഉണ്ട്, എന്ത്? അലാ ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, തീർച്ചയായും അള്ളാഹുവിന് ജനങ്ങളിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ആരാണത്? അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകം ആളുകളാണ്. അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് അഹ്ലുൽ ഖുർആനാണ്, ഖുർആൻ്റെ ആളുകളാണ്. നമ്മളൊക്കെ ഖുർആനായിട്ട് ബന്ധമുള്ളവരാണ്, അവർക്കും അഹ്ലുൽ ഖുർആൻ എന്ന് പറയാം. പക്ഷെ ഇവർ ആ ഒരു പേരിട്ട് സുന്നത്തുകളെ നിഷേധിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റിപ്പോയ വിഭാഗമാണ്. അവർ വാദിക്കുന്നത് ഖുർആൻ മാത്രം മതി, അത് മാത്രമേ പ്രമാണമുള്ളൂ, ബാക്കിയൊന്നും പ്രമാണമല്ല, സുന്നത്തുകളൊക്കെ തള്ളണം, ഖുർആൻ തന്നെ നമുക്ക് മതിയായതാണ്, ഖുർആനിലെല്ലാം ഉണ്ട് എന്ന് പറയുന്നവരാണ്. അങ്ങനെ ഹദീസിനെ നിഷേധിക്കുന്നവരാണ് ഇവർ, ഈ കൂട്ടർ. ഇവർ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ആദ്യകാലത്തിൽ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഹദീസുകളെ ഏറെയും കുറഞ്ഞും നിഷേധിക്കുന്നവരുണ്ടായിരുന്നു. ചില ഹദീസുകൾ സ്വീകരിക്കാത്തവർ, ഇന്ന ഹദീസ് സ്വീകരിക്കുന്നവർ, ഇന്ന സ്വഹാബത്തിൻ്റെ ഹദീസുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വന്ന് അവസാനം ഇങ്ങനെ പറയുന്ന കൂട്ടരുണ്ടായി. എന്നിട്ട് പേരിട്ടു, ഞങ്ങൾ ഖുർആൻ്റെ ആളുകളാണ്. അത് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണെന്നാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം 1900, അതായത് മീലാദി, നമ്മുടെ ഈ വർഷം AD ഉണ്ടല്ലോ, AD 20-ാം നൂറ്റാണ്ട്, ആ സമയത്താണ് ഇവരുടെ രംഗപ്രവേശം ഉണ്ടായത്. അവർ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടായത് കേട്ടോ. അത് ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം അതിൻ്റെ സഹായത്തോടു കൂടി, ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ വന്നൊരു വിഭാഗമാണ് ഖുർആനികൾ, അല്ലെങ്കിൽ അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്ന വിഭാഗം. അവർ ഖുർആനെ, അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ദീനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് ബ്രിട്ടീഷുകാർ തന്നെയാണല്ലോ, അതായത് ദീനെ പൊളിക്കുക, നശിപ്പിക്കുക, അതിന് ദീനിൻ്റെ അങ്ങനെയുള്ള കാദ്യാനികളുണ്ടായത്. അങ്ങനെ തന്നെയാണ് വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത്, ദീനെ നശിപ്പിക്കുക. അപ്പോൾ ഖുർആനിൻ്റെ പേരിട്ട് വരും. ഒരു വാദം ഖുർആൻ മാത്രം മതി,
പിന്നെ ചില ആളുകൾ അതിര് കടന്ന് ഖുർആൻ സ്വീകരിച്ചാൽ ഹദീസ് പിൻപറ്റിയാൽ ഷിർക്കാണ്. ഏതർത്ഥത്തിലാണെന്നറിയില്ല. അന്ന ഇത്തിബാ സുന്നത്തി ഷിർക്ക് എന്ന് പറയുന്നവരുണ്ട്. മാത്രമല്ല ഉമ്മത്തിൻ്റെ പുരോഗമനത്തിന് തടസ്സം നിൽക്കുന്നവരാണ് ഹദീസുകളെ സ്വീകരിക്കുന്നതെന്ന് വരെ പറഞ്ഞു നടന്നു. ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാണ് ഇത്തരം ഹദീസുകളെ സ്വീകരിക്കുന്നവർ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ഉമ്മത്തിനൊരു പുരോഗതി ഉണ്ടെങ്കിൽ അത് റസൂലുള്ള പഠിപ്പിച്ചതുകൊണ്ടേ ഉണ്ടാവുള്ളൂ. ഈ ഉമ്മത്തിന് അധോഗതി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റസൂലുള്ള പഠിപ്പിച്ച് നമ്മൾ പുറകോട്ട് പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നോ അന്ന് ഈ ഉമ്മത്തിന് വിജയം കിട്ടും. എന്ന് നമ്മളുടെ റസൂലുള്ള പഠിപ്പിച്ചതിനെ, ഖുർആനിൻ്റെ ആശയങ്ങളെ, ഹദീസുകളെ നമ്മൾ പുറങ്കാലം കൊണ്ട് തട്ടി പിറകോട്ട് വലിച്ചെറിഞ്ഞോ അന്ന് ഉമ്മത്തിന് അധോഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഇവരുടെ വാദം അതാണ്. ഉമ്മത്തിന് പുരോഗതിക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നവരാണ് ഹദീസുകളെ സ്വീകരിക്കുന്നവർ. അവർക്ക് ഒരുപാട് മാഗസിനുകൾ, ചാനലുകൾ, സംഘടനകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് അതിന് പരിചയമുണ്ടെന്ന് അർത്ഥം. നമുക്കറിയാലോ. അങ്ങനെ അവരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ, ജൽപ്പനങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഒന്ന്, ഹദീസുകൾ മുഴുവനും തള്ളണം, എല്ലാ ഹദീസുകളും തള്ളണം, എന്നിട്ട് ഖുർആനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു നടക്കണം. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുരക്ഷിതനല്ല. നബി പറഞ്ഞതിൽ നബി സുരക്ഷിതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ പലതും പറയും, അതൊക്കെ അപ്പം നമ്മൾ എടുക്കാനുള്ളതാ, അങ്ങനെയൊക്കെ ചോദിക്കാം. നബിക്ക് ഇസ്മത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഇസ്മത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ ഖുർആൻ സ്വീകരിക്കണത്? നബിൻ്റെ ഇസ്മത്ത് കൊണ്ടാണ് നമ്മൾ ഖുർആൻ സ്വീകരിച്ചത്. ഈ പറയുന്നവരൊന്നും ചിന്തിക്കലില്ല. പിന്നെ അടുത്ത അവരുടെ വാദം, ദീനിൽ സ്ഥിരപ്പെട്ടതായ കുറേ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കുക. ബർസഖി ജീവിതമില്ല, ഷഫാഅത്തില്ല, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുക. ഏതുപോലെ? സ്വർഗ നരകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് സൽക്കർമ്മങ്ങളിൽ താല്പര്യമുണ്ടാകാനുള്ള ചില മെറ്റഫറുകളാണ്, മജാസുകളാണ്. ആ രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നവർ അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ അവരുടെ ഒരു വാദം, നാലാമത്തെ വാദം, ദീനിൻ്റെ പല പരിധികളും ലംഘിക്കുക, ദീനിൻ്റെ പല അഹ്കാമുകളും ലംഘിക്കുക, അതിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിക്കുക. അത് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. അഞ്ചാമത് അവരുടെ ഒരു വാദം, ഖുർആനിലില്ലാത്ത ഇബാദത്തുകളൊന്നുമില്ല. ബാങ്ക് ഖുർആനിലില്ലല്ലോ, അതുകൊണ്ട് ബാങ്കില്ല. ഹുഫമ തടവൽ ഖുർആനിലില്ല, അതുകൊണ്ട് ഹുഫമ തടവലും ഇല്ല. ഖുർആനിൽ സ്ഥിരപ്പെട്ട ഇബാദത്തിൽ കളിക്കുക. ഇപ്പം നിസ്കാരം ഓൽക്ക് തോന്നിയ പോലെ, അത് ചിലപ്പോൾ 3 വക്ത് മതി, അങ്ങനെ പറയണവരുണ്ട്. പിന്നെ സക്കാത്ത് അതിൽ ഓൽക്ക് ഇഷ്ടമുള്ള പോലെ, സിയാമ്, നോമ്പിൽ, അങ്ങനെ ദീനിൽ സ്ഥിരപ്പെട്ട കർമ്മങ്ങളൊക്കെ അതിൽ ലാഘവത്വം പുലർത്തി ഖുർആനിൽ കാണാത്തിനൊക്കെ നിഷേധിക്കുക. ആറാമത്തെ അവരുടെ ഒരു വാദം, അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഖുർആനെ വ്യാഖ്യാനിക്കുക. നമ്മൾ സൂറത്തുൽ ബഖറന്റെ തുടക്കത്തിൽ ഓതുന്ന ഒരു ആയത്തുണ്ട്, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഞാൻ കേട്ടതാണ്. അതിൽ ചില ആളുകളുടെ വ്യാഖ്യാനാണ് തരുന്നത്. വബിൽ ആഖിറത്തി എന്ന് പറഞ്ഞാൽ ഇനി നബിക്ക് ശേഷം വരാനുള്ള നബിയാണ്. മിർസാ ഗുലാം അഹ്മദിയ ഖാദിയാനിയാണ് അത്. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, ആ നബിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഖുർആനാണല്ലോ, ഓതുന്ന ഖുർആൻ തന്നെയാണ്. അങ്ങനെ ഖുർആനെ തോന്നിയ രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കുക, ഹദീസുമായിട്ട് ഒരു ബന്ധവും പുലർത്താതിരിക്കുക, സ്വഹാബത്ത് പറഞ്ഞതിനോട് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക. ഇതൊക്കെയാണ് അവരുടെ പൊതുവെ ചില വാദങ്ങൾ. അവരുടെ വിധി എന്താണ്? ഖുർആനെ ഹദീസിനെ തള്ളുന്നവർ, നമ്മൾ നേരത്തെ പറഞ്ഞു, ദീനിന് പുറത്ത് തന്നെയാണ്. ഏതർത്ഥത്തിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഒരു ഹദീസാണെന്ന് മനസ്സിലായി, നബി പറഞ്ഞതാണെന്ന് മനസ്സിലായിട്ട് എനിക്കത് സ്വീകരിക്കാൻ മനസ്സില്ല, കാരണം അതൊന്നും ഇന്നത്തെ കാലത്ത് ചേരൂല എന്ന് പറഞ്ഞ് തള്ളുന്നവർ ദീനിൻ്റെ പുറത്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. മാത്രമല്ല, അവന് ഖുർആനിലും നിഷേധിക്കുന്ന ആളാണ്. അയാൾ ഖുർആനിലും നിഷേധിക്കുന്ന ആളാണ്. എന്താണ് കാരണം ഹദീസ് സ്വീകരിക്കണമെന്ന് ഖുർആന്റെ കൽപ്പന ഉണ്ട്. എത്രയോ ആയത്തുകൾ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതിത്തരാം. എത്രയോ ആയത്തുകളിലൂടെ ഹദീസുകളെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഖുർആനിലുണ്ട്. അപ്പം ഖുർആനെ നിഷേധിച്ച ആളുമായി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹിയാണ്. ആ വഹിയിൽ ഒന്നിനെ നിഷേധിക്കുന്ന മറ്റേ നിഷേധിക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥം ഇരട്ടത്താപ്പാണ്. എനിക്ക് ഇത് പറ്റും, നമ്മളങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് യോജിച്ചാണെങ്കിൽ എടുക്കുക, അല്ലാത്താണെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ലാഘവത്വം. നമ്മൾ പൊതുവെ എങ്ങനെ പറയില്ലേ, ഇങ്ങനെ വളരെ ലാഘവത്വം, നിസ്സാരവൽക്കരിക്കുക. കുട്ടികളല്ലേ, നമ്മൾ ഇങ്ങനെ പറയില്ലേ, വളരെ എന്താണ് പറയുക, നെയ്ച്ചോറല്ലേ, പൈച്ചിട്ടല്ലേ, തിന്നോട്ടെ, അങ്ങനെയൊക്കെ പറയില്ലേ, ആ രൂപത്തിൽ ഹദീസുകളെ കാണാം. അത് അവർക്ക് അപകടം മാത്രം ഉണ്ടാക്കുക,
പറ്റണ എടുക്കുക, പറ്റാത്ത തള്ള, അതല്ല. ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഒക്കെ ഫത്വ ഉണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുടെ ഫത്വ ഉണ്ട്. എന്ത്? അവർ അങ്ങനെ ഹദീസുകളെ സ്വീകരിക്കുന്ന ആളുകൾ ദീനിന്ന് പുറത്താണ്. ഒരുപാട് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുണ്ട്. ലൈസു ഖുർആനിയീൻ, അവർ ഖുർആന്റെ ആളുകളൊന്നുമല്ല. വലാകിന്നഹും വിദ്ദുൽ ഖുർആൻ, ഒരു ഖുർആന്റെ എതിരാണ്. വമലാഹിദ, അവർ നിരീശ്വരാദികളാണ്. ളാല്ലൂൻ, വഴിവേച്ചവരാണ്. ബൽ കുഫാർ, ദീനിന്ന് പുറത്തായവരാണ്. ബിജ്മാഇ അഹ്ലിൽ ഇൽം, അറിവുള്ളവരുടെ ഏകോപിച്ച അഭിപ്രായ വിഷയത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഹദീസുകൾ ചില്ലറ വിഷയമല്ല. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് പഠിക്കാൻ മനസ്സ് നമ്മുടെ വീട്ടിലൊക്കെ സംവിധാനം ഉണ്ടാക്കണം. ഹദീസുകൾ വായിച്ച് പഠിക്കണം. നമ്മൾ ഹദീസുകൾ സ്വീകരിക്കുന്നവർക്ക് നമ്മളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവണം. ഹദീസുകൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പാലിക്കുന്നവരാണ് ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വ്യക്തികളെ പറ്റി ഖുർആന്റെ ആളുകളെന്ന് പറയരുത്. കാരണം അവർക്ക് ഖുർആനുമായിട്ട് ബന്ധമല്ല, റസൂലുള്ളാഹിയായിട്ടും ബന്ധമല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഖുർആനീന്ന് പേര് വിളിക്കണമെങ്കിലും അവർ നിഷേധികളാണ്. അവർ ഖുർആനെ പിൻപറ്റുന്നു എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും അവർ ഖുർആൻ ആദ്യമായിട്ട് കളവാക്കുന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അവരുടെ വാദങ്ങൾക്കുള്ള മറുപടിയാണ്, അവർക്കുള്ള വാദങ്ങൾക്കുള്ള മറുപടി എന്താണ്? അവരുടെ മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു വിഷം പുരട്ടിയ വാദം എന്താണ്? ഖുർആൻ മാത്രം പോരെ, ഖുർആൻ നമുക്ക് അതിൽ സംശയമൊന്നുമില്ലല്ലോ, അത് അള്ളാഹിൻ്റെ കലാമാണല്ലോ, എന്താ നമുക്കതിൽ സംശയമുണ്ടോ? ഖുർആൻ്റെ വിഷയത്തിൽ നമുക്ക് സംശയം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് മാത്രം മതി, ബാക്കിയുള്ളതൊക്കെ സംശയമുള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒഴിവാക്കാം, നമുക്ക് ഖുർആൻ മാത്രം മതി. ഇതാണല്ലോ മൊത്തത്തിലുള്ള വാദം, വേറെ ഒന്നും നമ്മൾ സ്വീകരിക്കണ്ട. അപ്പം അതിങ്ങനെ മധുരം പുരട്ടിയിട്ടാണ് അവർ പറയാം. അവർക്ക് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, അവർക്ക് എന്തായാലും ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല. ഇനി അവർക്കുള്ള മറുപടി, ഇനി ഒരു ആയത്ത് ഓതലുണ്ട്, എപ്പോഴും ഓതണ ആയത്താണ്. ഫൈസൽ മൗലവി ഉസ്താദ് ഇതിന് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അവർ എപ്പോഴും ഓതണ ഒരു ആയത്താണ് എന്ത്? വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ. റസൂലെ, അങ്ങയുടെ മേൽ നാം ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാ വിഷയങ്ങൾക്കുള്ള ക്ലാരിറ്റി, വ്യക്തത, വളരെ സുവ്യക്തമാണ് കാര്യങ്ങൾ ഖുർആനിലുണ്ട്. അപ്പം ഇനി വേറെ ഒന്നും പോണ്ടെന്നാണ് അവർ പറയൽ. അവരുടെ തെളിവുപിടുത്തത്തിനുള്ള മറുപടി ഒന്ന്, ഈ ആയത്തിൻ്റെ അർത്ഥം ഒരിക്കലും അവരുദ്ദേശിക്കുന്നതല്ല. കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടാൻ എന്തെങ്കിലും പിടിവള്ളി നോക്കി നടന്നപ്പോൾ കിട്ടിയൊരായത്താണ്. ഈ ആയത്ത് ഉദ്ദേശിക്കണതല്ല. ഇനി ആയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാ ശക്ക അന്നൽ ഖുർആന ഫീഹി ബയാനു വതിബിയാനു കുല്ലി ഷൈ. ഖുർആനിൽ എല്ലാത്തിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട്, ഖുർആൻ മതി നമ്മൾക്ക്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരിക്കലും സുന്നത്ത് സ്വീകരിക്കേണ്ട എന്നല്ല. അതെങ്ങനെ മനസ്സിലാക്കുക? കാരണം ഖുർആൻ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ട് സുന്നത്തുകൾ സ്വീകരിച്ചിരിക്കും. സൂറത്തു ഹശ്റിലെ ആയത്തുണ്ടല്ലോ, ഖുർആനിലെ ആയത്താണ് എന്ത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂൽ, പ്രവാചകർ എന്തു കൊണ്ടുവന്നോ, നിങ്ങൾക്ക് എന്ത് തന്നോ, ഫഖുദൂഹു, നിങ്ങളതിനെ സ്വീകരിക്കണേ. വമാ നഹാകും അൻഹു, ഏതൊന്നിനെ തൊട്ട് പ്രവാചകൻ നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞോ, ഫൻതഹു, നിങ്ങളത് ചെയ്യരുത്. അപ്പോൾ റസൂലുള്ളാഹി അനുസരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിന് ക്ലാരിറ്റി ഉറപ്പിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു സംശയം വേണ്ട, നമ്മുടെ ജീവിതം ശരിയാവണമെങ്കിൽ ഹദീസുകൾ സ്വീകരിക്കുക തന്നെ വേണം. ഇനി അതിലേറ്റവും അറിയപ്പെട്ട ഒരു കഥ, ഒരു ചരിത്രമുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഈ പച്ച കുത്തുന്ന, അതേപോലെ തന്നെ ഭംഗിക്ക് വേണ്ടി പച്ച കുത്തുന്ന കുറേ സ്ത്രീകളുണ്ട്. അങ്ങനെ ഒരു കൂട്ടം സ്ത്രീകളെ റസൂലുള്ളാഹി ശപിച്ചിട്ടുണ്ട്. അങ്ങനെ വാഷിമാത്ത്, പച്ച കുത്തി ആവശ്യപ്പെടുന്ന ഒരു മൂത്തശിമാത്ത്, മുതനമ്മിസ്വാത്ത്, മുതഫല്ലിജാത്ത് ലിൽ ഹുസ്നി, ഭംഗിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്ന ചില പെണ്ണുങ്ങളുണ്ട്, ഓൽക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് ഒരിക്കൽ പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൽ ഏറ്റവും അറിയപ്പെട്ട സ്വഹാബിയാണല്ലോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ അടുക്കൽ ഈ വാർത്ത എത്തി. അപ്പോൾ ഈ സ്ത്രീ നേരെ ഇബ്നു മസ്ഊദിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിക്കണു, അങ്ങനെയുള്ളവരെ റസൂലുള്ളാഹി ശപിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെയാണ് മൂപ്പര് പറഞ്ഞത്, അള്ളാഹു ശപിച്ചിക്കണു എന്നാണ് പറഞ്ഞത്. നല്ല ശ്രദ്ധിച്ചോളി, അള്ളാഹ് ശപിച്ചിക്കണു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, എനിക്കെന്തേ ശപിച്ചൂടെ? അള്ളാഹ് റസൂലും ശപിച്ചവരെ എനിക്ക് ശപിച്ചൂടെ? അള്ളാഹിൻ്റെ റസൂല് ശപിച്ചിട്ടുണ്ട് അവരെ.
അത് അള്ളാഹുവിൻ്റെ ഖുർആനിലുമുണ്ട്. വഹുവ ഫീ കിതാബില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഞാൻ ഖുർആനിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഓതിയ പെണ്ണാണ്. എനിക്ക് ഖുർആൻ ആദ്യം തൊട്ട് അവസാനം വരെ ഓതിക്കൂടും. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ആയത്ത് കണ്ടിട്ടില്ല. പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെ, അങ്ങനെയുള്ളവരെ റസൂലുള്ള ശപിച്ചു എന്നുള്ള, അല്ലെങ്കിൽ അള്ള ശപിച്ചു എന്നുള്ള ആയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, നേരാവണ്ണം ഓതിക്കണമെങ്കിൽ കാണുമായിരുന്നു എന്ന്. ഓതേണ്ട രൂപത്തിൽ ഓതിയിരുന്നെങ്കിൽ ആ ആയത്ത് അവിടെ ഉണ്ട് എന്ന്. ലൈൻ കുൻതി ഖറഅതീഹി ലഖദ് വജദ്തീഹി. ഓതേണ്ട രൂപത്തിൽ ഓതിയിരുന്നെങ്കിൽ ആ ആയത്ത് കാണുമായിരുന്നു. നിങ്ങൾ ഓതിയിട്ടില്ലേ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങൾ ഓതിയിട്ടില്ലേ? അപ്പോൾ റസൂലുള്ള ശപിച്ചവരെ ആ ശാപം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളത് ഈ ആയത്ത് അറിയിക്കണില്ലേ? അപ്പോൾ അത് ഖുർആനിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് സ്വീകരിക്കലാണ് ഖുർആനെ പിൻപറ്റുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത്. ഷാഫിഈ റഹിമഹുല്ല, ഇമാമുന ഷാഫിഈ റഹിമഹുല്ല പിന്നെ പറയുന്ന ഒരു വിഷയം, ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇമാം ഷാഫി. ഒരിക്കലും ഒരു വ്യക്തി എന്തൊക്കെ ദീനിൽ ചെയ്യാനുണ്ടോ അതൊക്കെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം ഷാഫിനോട് ഒരാൾ ചോദിച്ചു, അപ്പോൾ ഈ സുന്നത്തിൽ മാത്രം കാണുന്ന ചില ഹുക്കുമുകളൊക്കെ ഉണ്ടല്ലോ, അത് ഖുർആനിലില്ലല്ലോ. അപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, അതും ഖുർആൻ തന്നെയാണ് നമ്മൾ സുന്നത്ത് എടുക്കൽ എവിടുന്ന്, അതും ഖുർആനിൽ നിന്ന് തന്നെയാണ്. ദാലിക മഅഖൂദുൻ മിൻ കിതാബില്ലാഹി ഫിൽ ഹഖീഖ. യഥാർത്ഥത്തിൽ നമ്മൾ അതും ഖുർആൻ തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം എന്നുള്ളത് നമ്മളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. മാത്രമല്ല നബിയുടെ വാക്കിനെ സ്വീകരിക്കണമെന്ന് നമ്മൾക്ക് ഫറദാക്കിയിരിക്കുന്നു. ഇമാം ഷാഫി പറയാണ്, ലിഅന്ന കിതാബല്ലാഹി ഔജബ അലൈന ഇത്തിബാഅർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫറദ അലൈനൽ അഖ്ദ ബിഖൗലിഹി എന്ന് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ പിൻപറ്റുന്നവർ ഹദീസിനെ പിൻപറ്റുന്നവരായിരിക്കും. ഹദീസിനെ പിൻപറ്റുക എന്ന് പറയുന്നത് ഖുർആനിനെ പിൻപറ്റൽ തന്നെയാണ്. അതുകൊണ്ട് ഖുർആനികൾ എന്നുള്ള പേര് ഒരിക്കലും അവർക്ക് യോജിച്ചതല്ല. കാരണം ഖുർആൻ പിൻപറ്റുന്നവർ എന്തായാലും ഹദീസുകൾ സ്വീകരിക്കും. ഖുർആൻ അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, നബിയുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കണം എന്നുള്ളതിലേക്ക് എത്രയോ ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ സ്വീകരിക്കുന്നതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു തന്നെയാണ് അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഹദീസിന് ഒരാൾ പിൻപറ്റാൻ പോയാൽ ഒരിക്കലും ഈ ആയത്തിനെതിരാവില്ല. ഖുർആൻ തിബ്യാനുൽ ലികുല്ലി ഷൈ അല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ഖുർആൻ മാത്രം എടുത്താൽ പോരെ, ഹദീസുകൾ എടുക്കണം. ഹദീസുകൾ പിൻപറ്റി പോകുന്ന ആൾ ഖുർആനെ നിഷേധിക്കുന്ന ആളാവില്ലേ? അത് ഖുർആന് നേരെ ഓതി പഠിക്കാത്തതുകൊണ്ടാണ്. നേരെ ഉസ്താമാരുടെ ഓതി പഠിച്ചാൽ മതി. ഖുർആൻ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഹദീസുകൾ എടുക്കൽ കൂടി അതിൻ്റെ അർത്ഥമാണ്. ഹദീസുകളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഖുർആനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ മറുപടി. ആ ആയത്തിൽ തെളിവില്ല. രണ്ടാമത്തെ മറുപടി, ഹദീസ് നിഷേധിക്കുന്ന ഒരാളോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുക. ഹദീസ് നിഷേധിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ നമുക്കറിയുന്ന ഏതെങ്കിലും ഹദീസുകൾ സ്വീകരിക്കാൻ മനസ്സില്ലാത്തൊരു വ്യക്തി, എന്താണ് നിൻ്റെ സംശയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പ്രമാണമല്ല എന്നാണോ സംശയം? അതോ റസൂലുള്ളാഹിയുടെ വാക്ക് പ്രമാണം തന്നെയാണ്, പക്ഷെ ആ വാക്ക് നമ്മളിലേക്ക് എത്തിയത് അത്ര ഉറപ്പില്ല, അത് നബിൻ്റെ വാക്കാണോ, ചിലപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞതാകൂലേ? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് 200 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇമാം ബുഖാരി എന്തായാലും 150 വർഷം കഴിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ പിന്നെ ബുഖാരിയുള്ള അതാണല്ലോ ഏറ്റവും പുതിയ വാദങ്ങൾ. ബുഖാരിയുള്ള ഹദീസ് നബി മരിച്ചിട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. അത് ഒന്ന് ആ വാദം തന്നെ തെറ്റാണ്. കാരണം ഇമാം ബുഖാരിക്ക് മുമ്പ് എത്രയോ ആളുകൾ ഹദീസ് ക്രോഡീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഹദീസ് ക്രോഡീകരിച്ച് ആറ്റിക്കുറുക്കി സ്വഹീഹായ ഹദീസുകൾ മാത്രം ചേർത്ത് വെച്ചാണ് ഇമാം ബുഖാരി ഗ്രന്ഥം ഉണ്ടാക്കിയത്. അത് പോട്ടെ, അതല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ഇവരുടെ വാദങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നിന്റെ സംശയം ഒന്നുകിൽ എന്താണ്? റസൂലുള്ളാഹിയുടെ വാക്ക് പ്രമാണമല്ല, അല്ലെങ്കിൽ എന്താണ്? വാക്ക് പ്രമാണമാണ്, പക്ഷെ അത് നമ്മളിലേക്ക് എത്തിയത് നമുക്ക് അത്ര ഉറപ്പില്ല. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേക്കാരം, ഏതെങ്കിലും ഒന്നാവാനുള്ള സംശയം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ
ഒരിക്കലും ഒന്നാമത്തെ എന്തായാലും പറയാൻ ചാൻസ് ഇല്ല. പറഞ്ഞാൽ പിന്നെ ദീനിൽ പിന്നെ അവന് വലിയ സ്ഥാനമൊന്നുമില്ല. റസൂലുള്ളാഹിൻ്റെ വാക്ക് പ്രമാണമല്ല, റസൂലുള്ളാഹിൻ്റെ വാക്കിന് മേലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യനുമായിട്ട് നമുക്ക് പിന്നെ വലിയ ബന്ധമൊന്നുമില്ല. രണ്ടാമത്തിലാണ് സംശയമെങ്കിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട വിഷയത്തിൽ, സംരക്ഷിക്കപ്പെട്ട വിഷയത്തിലാണ്, നബി പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയിക്കണോ, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവൂലേ, അതാണ് സംശയമെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് അതാണ് ഹിഫ്ളുസ് സുന്ന. നാളെ നമ്മൾ അസർക്കേഷുള്ള ക്ലാസ് എന്താണ്? ഹദീസിൻ്റെ സംരക്ഷണമാണ് ക്ലാസ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അജ്മൽ ഫൗസാൻ ഉസ്താദായിരിക്കും ക്ലാസ് എടുക്കുക. ഹദീസിൻ്റെ സംരക്ഷണമാണ് നാളത്തെ ക്ലാസ്. ചുരുക്കി പറഞ്ഞാൽ അതിലൊരിക്കലും നിങ്ങൾ സംശയം വെക്കണ്ട. ഈമാനുള്ളൊരു മുഅ്മിനിന് റസൂലുള്ളാഹിൽ നിന്ന് വന്ന എല്ലാ ഹദീസുകളും സ്വീകരിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടാണ് ഹദീസ് പണ്ഡിതന്മാർ പിന്നെ മരണപ്പെട്ടു പോയത്. അള്ളാഹു ഹദീസിന് വേണ്ടി മാത്രം ചില ആളുകളെ ജനിപ്പിച്ചിട്ടുണ്ട്. അത്ഭുതമാണ്. മാനവ ചരിത്രത്തിൽ ഒരു സമുദായത്തിനും പിന്നെ വാദിക്കാൻ സാധിക്കാത്ത, ഒരു സമുദായത്തിനും അവകാശം പറയാൻ സാധിക്കാത്ത രൂപത്തിൽ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത്ഭുതമാണ് ഹദീസിൻ്റെ സംരക്ഷണം. ഇടയ്ക്ക് നമുക്ക് ഒഴിവിട്ടുമ്പോൾ ഹദീസിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടി. നാളെ ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ വിഷയം. അത്രയും വ്യക്തമായി സ്പഷ്ടമായി ഇത് റസൂലുള്ള പറഞ്ഞത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന രൂപത്തിൽ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആർക്കും സംശയം വേണ്ട, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആർക്കും സംശയം വേണ്ട. ഒരു വാക്ക് നബി ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ അതിൻ നിയ്യത്തുകൾക്കനുസരിച്ച് മാത്രമാണ് എന്നുള്ള ഹദീസ് റസൂലുള്ള പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടു. ഉമറിൽ നിന്ന് അൽഖമ, അങ്ങനെ അവരിൽ നിന്ന് ഇബ്രാഹിം നഖി, അങ്ങനെ കേട്ട നമ്മൾക്കറിയാം അത്രയും സുരക്ഷിതമായി ഓരോ വാക്കുകളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിലാർക്കും സംശയം വേണ്ട എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ മറുപടി. ഇനി ഒന്നാമത്തിലാണ് സംശയമെങ്കിൽ നമ്മൾ പറഞ്ഞു ദീനിൽ ഓന് ബന്ധമല്ല, ദീനുമായിട്ട് ഓന് ബന്ധമല്ല. കാരണം റസൂലുള്ളാഹിൻ്റെ വാക്ക് തെളിവല്ല എന്ന് പറയുന്നതിനോട് ദീൻ എന്താണ്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു പ്രവാചകനെയും ദൂതനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ ലിയുത്വാഅ ബിഇദ്നില്ലാഹ്, അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ, അള്ളാഹിൻ്റെ അനുമതിയോടുകൂടി അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ. റസൂലുള്ള നിയോഗിക്കപ്പെട്ട എന്തിനാണ്? റസൂലുള്ളാഹിനെ അനുസരിക്കാനാണ്. റസൂലുള്ളാഹിനെ അനുസരിക്കാനാണ്. അങ്ങനെ തന്നെയാണ് ആയത്ത്. റസൂലുള്ള എന്തിന് നിയോഗിക്കപ്പെട്ടു, എന്തിന് അള്ളാഹ് പറഞ്ഞയച്ചു? റസൂലുള്ളാഹിനെ അനുസരിക്കാൻ. റസൂലുള്ളാഹിനെ അനുസരിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും, എത്ര നമുക്ക് മനസ്സിന് അത് ഇഷ്ടമല്ല എന്ന് തോന്നിയാലും അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നവരാകുക. നമ്മുടെ ഈമാൻ ഏറ്റവും സമ്പൂർണ്ണമായ ഈമാനാവും. അതാണ് രണ്ടാമത്തെ മറുപടി. ഒന്നാമത്തെ മറുപടി നമ്മൾ പറഞ്ഞു ആയത്തിൽ തെളിവില്ല, കാരണം ഖുർആൻ പിൻപറ്റണമെങ്കിൽ ഹദീസ് പിൻപറ്റണം. രണ്ടാമത്തെ മറുപടി നമ്മൾ പറഞ്ഞു എന്ത്? നിന്റെ സംശയം എന്താണ്? റസൂലുള്ള പറഞ്ഞു എന്നുള്ളതിൽ, റസൂലുള്ള പറഞ്ഞതിലാണോ സംശയം? അത് സ്വീകരിക്കൂല എന്നാണോ? അതോ അങ്ങനെയാണ് ദീനിന്ന് പുറത്താണ്, അല്ലെങ്കിൽ സ്ഥാനമൊന്നുമില്ല, ദീനിന് സ്ഥാനമൊന്നുമില്ല? അല്ല, റസൂലുള്ള പറഞ്ഞത് നമ്മൾ സ്വീകരിക്കും, പക്ഷെ ഇങ്ങോട്ട് റസൂലുള്ള, അങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്കാലം ഉണ്ടാക്കല്, റസൂലുള്ള പറഞ്ഞത് ഇങ്ങോട്ട് എത്തിക്കണോ എന്നുള്ളതിലാണ് സംശയമെങ്കിൽ അതും നീ സംശയിക്കണ്ട, എത്തിക്കണമെന്ന് തന്നെയാണ് മറുപടി. ഇനി അടുത്തത് മൂന്നാമത്തെ അവർക്കുള്ള മറുപടി, ഈ ഖുർആനി എന്ന് പറഞ്ഞു നടക്കുന്ന ആളോട് നമുക്ക് ചോദിക്കാം, ഏത് തെളിവാണ് ഖുർആൻ നീ സ്വീകരിക്കാൻ്റെ തെളിവെന്താ? ഫാത്തിഹ ഓതുന്നുണ്ടല്ലോ, ഫാത്തിഹ തൊട്ട് നാസ് വരെ ആ മുസ്ഹഫിൻ്റെ ചട്ടക്കുള്ളിലുള്ള ആയത്തുകൾ ഖുർആനാണ്. ഖുർആൻ എങ്ങനെ സ്വീകരിക്കാനുള്ള തെളിവെന്താ? എങ്ങനെയാണ് ഖുർആൻ സ്വീകരിച്ചത്? അങ്ങനെ ഖുർആൻ സ്വീകരിക്കാനുള്ള നിന്റെ തെളിവെന്താണ്? എന്താണ് നിന്റെ പ്രമാണം? എൻ്റെ മറുപടി സ്വാഭാവികമായിട്ടും അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പോയി തന്നല്ലേ, നമ്മൾ സ്വീകരിക്കണ്ടേ എന്നാണെങ്കിൽ, ഞാൻ അള്ളാഹിൻ്റെ റസൂലിനെ സത്യപ്പെടുത്തി എന്നാണെങ്കിൽ, ആ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വീകരിച്ചു എന്ന് നീ പറയുന്നതെങ്കിൽ എന്നോടുള്ള മറുപടി എന്താണ്? അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഹദീസും അങ്ങനെ തന്നെയാണെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? നമ്മൾ നേരത്തെ ഓതിയില്ലേ, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മാഹു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മാഹു എന്ന് റസൂൽ തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതിത്തന്നത് ഖുർആനാണെന്ന് നീ സത്യപ്പെടുത്താനുള്ള കാരണം അത് റസൂലുള്ളാഹിനെ സത്യപ്പെടുത്തലാണെങ്കിൽ ഈ ഹദീസിനെയും നിനക്ക് സത്യപ്പെടുത്താവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ മറുപടി. സംഭവം സുഹൃത്തുക്കൾ, അതൊന്നുമല്ല. മേത്തുക്ക് തട്ടുന്ന് തോന്നുമ്പോൾ, ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കും തോന്നുമ്പോൾ ഹദീസുകളൊക്കെ തള്ളാൻ തോന്നും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ദീനിന്ന് പുറത്തു പോവില്ല, പെട്ടെന്ന് ആരും ദീനിന്ന് പുറത്തു പോവില്ല.
ആദ്യം സംശയം ഉണ്ടാക്കുക ചെയ്യുക. ആദ്യം ഇങ്ങനെ അതൊക്കെ അത് അങ്ങനെയൊന്നല്ല, അതിപ്പോൾ നിസ്കരിക്കണം എന്നുള്ളൂ. ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, കുമ്പിട്ടാൽ മതി, ഇടയ്ക്ക് കുമ്പിട്ടാൽ മതി, ഇടയ്ക്കൊന്ന് കുമ്പിട്ടാൽ മതി, അത്രേ പഠിച്ചോന്ന് ഉദ്ദേശിക്കണുള്ളൂ. അതേ ആരാ പറയണത്? അയാൾ തന്നെ. എന്താ തെളിവ്? ഓൻ തന്നെ, വേറെ തെളിവൊന്നുമില്ല. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ എന്താണോ തടസ്സം അതിൽ സംശയം ഉണ്ടാക്കുക, അങ്ങനെ മെല്ലെ മെല്ലെ തള്ളുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് ദീനൊന്നുമില്ല. അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് വിജയം കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാൻ്റെ ദീന് മുറുകെ പിടിച്ചേ പറ്റൂ. നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചാണ് നമ്മൾ ഓടിപ്പോകുന്നതെങ്കിൽ നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ അടിമയാകും, ശൈത്താൻ്റെ അടിമയാകും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ നൂനിയയിൽ പറയുന്നുണ്ട്, ചില ആളുകൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ സൃഷ്ടിക്കപ്പെട്ട അടിമത്തത്തിൽ നിന്ന് ഓടി പിന്നെ അവർ പരീക്ഷിക്കപ്പെട്ടു. പിന്നെ അവർ എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടു. അവർ ശൈത്താൻ്റെ അടിമകളായി മാറി, അവർ അവരുടെ ദേഹേച്ഛകളുടെ അടിമകളായി മാറി. അത് ഒരിക്കലും നമ്മൾക്ക് ചേർന്നതല്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ മറുപടി, ഞാൻ ഖുർആൻ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് വാദിക്കുന്ന ഒരാൾ, അയാളോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്, അത് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. കച്ചവടം, പലിശ, അതേപോലെ തന്നെ സുൽഹ്, ഹവാല, ലൊമാന്, ഷെരിക്കാത്ത്, വക്കാലത്ത്, ഷുഫ്അത്ത്, കറവ്, അങ്ങനെയുള്ള ദീനിൻ്റെ വ്യത്യസ്തമായ ഹുക്കുമുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് ഖുർആൻ എന്ന് പറഞ്ഞു തന്നെ. ഏതൊക്കെയാണ് പലിശ ആവുക, ഏതൊക്കെയാണ് പലിശ ആവാതിരിക്കുക, എന്താണ് കടമിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു തരും. അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് വാടക കൊടുക്കേണ്ടത്, സമ്മാനം കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്, കടം കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്, മുലയൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഖുർആനിന് പറയാനുള്ളത്, ഇദ്ദ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്, ഹുൽഉമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് ഒന്ന് പറഞ്ഞേ. അപ്പോൾ അയാൾക്കൊരിക്കലും മറുപടി ഉണ്ടാവുകയില്ല. കാരണം അതൊക്കെ ഇവിടുന്നേ നമുക്ക് കിട്ടുള്ളൂ, ഹദീസുകളിൽ കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ദീന് കിട്ടണമെങ്കിൽ ഹദീസ് തന്നെ വേണം. ഇനി വേണ്ട, എങ്ങനെയാണ് ബാങ്ക് കൊടുക്കുക അതെന്ന് പറഞ്ഞു തന്നെ. എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാലോ എങ്ങനെ ബാങ്ക് കൊടുക്കുക എന്ന്. അത് ഖുർആനിൽ നിന്ന് കാണിച്ചു തന്നെ. ഖുർആനിൽ ഏതെങ്കിലും സൂറത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ 4 വട്ടം അല്ലാഹു അക്ബർ പറയണമെന്ന് നിസ്കാരത്തിന് മുമ്പ് കണ്ടുകണോ? ഇല്ലല്ലോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഖുർആൻ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ളതാണെങ്കിൽ എങ്ങനെയാണ് സക്കാത്തിൻ്റെ കണക്ക് ഒന്ന് പറഞ്ഞു തന്നെ. അതേപോലെ തന്നെ ഒരു ഫക്കീറിന് എത്ര കൊടുക്കണം, ആർക്കൊക്കെ പിന്നെ കൊടുക്കുമ്പോൾ എത്ര കൊടുക്കണം, ഫക്കീറിന് എത്ര കൊടുക്കണം ഒന്ന് പറഞ്ഞു തന്നെ. ഇനി മാത്രമല്ല സദഖത്തുൽ ഫിത്ർ, നമ്മളൊക്കെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ നിൽക്കുകയാണല്ലോ, അതിൻ്റെ ഹക്കാമുകളെന്ന് പറഞ്ഞു തന്നെ. അത് നിർബന്ധമാണെന്നതിന് തെളിവ് അവിടെ. അതേപോലെ തന്നെ ഇഹ്റാമുമായി ബന്ധപ്പെട്ട് ഹജ്ജിന് ഉംറയ്ക്ക് മുമ്പ് ഇഹ്റാം കിട്ടുന്നതിൻ്റെ ഹുക്കുമുകൾ അവിടെ. അതേപോലെ തന്നെ കാബ നമ്മളെല്ലാവരും ചുറ്റുമല്ലോ, ഈ പറയുന്ന ആളുകളും എല്ലാവരും പോയി കാബ 7 വട്ടം ചുറ്റുമല്ലോ. എവിടുന്നാ കിട്ടി? ഹദീസുകൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് ദീന് കൊണ്ടെടുക്കാൻ പറ്റുക? എങ്ങനെയാണ് ജംറകളിൽ കല്ലെറിഞ്ഞത്? എങ്ങനെയാണ് സഫാ മറുവക്കിടയിൽ സഈ ചെയ്തത്? ഒന്നുമില്ല. അപ്പം അതൊക്കെ ജൽപ്പനങ്ങളാണ്. ഇനി ഒന്നും വേണ്ട, 5 വക്ത് നമസ്കാരം, അതിൻ്റെ സമയങ്ങൾ, ആ സമയത്തിൽ എങ്ങനെ നിസ്കരിക്കണം, അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം, ളുഹ്ർ 4 ആണ്, അസർ 4 ആണ്, മഗ്രിബ് 3 ആണ്, ഇശാ 4 ആണ്, സുബഹി 2 ആണ്. എവിടുന്ന് കിട്ടി? അതിൻ്റെ ദിക്റുകൾ എന്തൊക്കെ, അതിൻ്റെ രൂപം എങ്ങനെയൊക്കെ, അതൊക്കെ വിശദാംശങ്ങൾ എവിടുന്നേ കിട്ടൂ? ഹദീസിനെ കിട്ടുള്ളൂ. സുജൂദ് സഹ്വ്, മറവിൻ്റെ സുജൂദിൻ്റെ ഹുക്കം എന്തൊക്കെ, ഇതൊക്കെ എവിടുന്നാ മനസ്സിലാക്കുക? അപ്പോൾ ഹദീസ് ഇല്ലാതെ ഒരാൾക്ക് ദീന് കൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കട്ടായമാണ്, ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരാളോട് ചോദിച്ചാൽ, ഹദീസ് നിഷേധികളോട് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ടാവില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നല്ലാതെ ഈ ദീന് കൊണ്ട് നടക്കണമെങ്കിൽ സുന്നത്ത് വിട്ടിട്ട് നടക്കൂല എന്നുള്ളത് തന്നെയാണ്. ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി, കഴിച്ചിലാവാൻ വേണ്ടി പറയും, ഈ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും സക്കാത്തിൻ്റെ ഒക്കെ പണ്ട് തൊട്ടേ എല്ലാവരും ചെയ്തു വന്നു, ഒക്കെ എല്ലാവരും മനസ്സിലുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ചിലവരുടെ മനസ്സിൽ. നമ്മളൊക്കെ പണ്ട് തൊട്ടേ എന്താണ് അവിടുന്നേ ചെയ്തു വന്നതല്ലേ. അപ്പം അതിന് ഇനി പ്രത്യേകം ഹദീസിൻ്റെ ഒന്നും എന്തില്ല, ആവശ്യമില്ല എന്നുള്ളതാണ്. ചിന്തിക്കണില്ല. ഇനി വേണ്ട, ആയിക്കോട്ടെ, നമ്മൾ നിസ്കരിച്ചു, നമ്മൾ ഉപ്പയും ഉമ്മയും ഉസ്താമാരും നിസ്കരിക്കാണ്ട് നിസ്കരിച്ചു, ഓല അങ്ങനെ നിസ്കരിച്ചു, അങ്ങനെ പോയി. അവസാനം അങ്ങോട്ട് എത്തുക സ്വഹാബത്തല്ലേ. സ്വഹാബത്തിന് ഇവിടുന്ന് നിസ്കാരം കിട്ടി, നിസ്കാരത്തിൻ്റെ രൂപം കിട്ടി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തല്ലേ. എങ്ങനെ പോയാലും എങ്ങോട്ട് എത്തുള്ളൂ?
ഹദീസിനെ സ്വീകരിക്കാതെ ദീന് കൊണ്ട് നടക്കാൻ എത്തൂല എന്നുള്ളിടത്തേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിയിലേക്ക് എത്തും. ഇമ്രാൻ ബിൻ ഹുസൈൻ സ്വഹാബത്തിൻ്റെ കാലത്തേ ഉണ്ട് ചില ആളുകൾക്ക് ഇങ്ങനെ സംശയം. ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓരിങ്ങനെ ഹദീസുകൾ റസൂലുള്ളാഹിൻ്റെ വാക്കുകൾ ഇങ്ങനെ പരസ്പരം റസൂലുള്ളാഹി പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയുള്ള റസൂലുള്ളാഹിൻ്റെ ഓർമ്മകളിൽ ജീവിച്ചവരായിരുന്നു സ്വഹാബത്ത്. അപ്പോൾ ഒരു ചങ്ങായി വന്നിട്ട് പറഞ്ഞു, ദഊനാ മിൻ ഹാദാ, ഒഴിവാക്കി കാണി, വജീഊനാ ബി കിതാബില്ലാഹ്, ഖുർആനിലുള്ളത് കൊണ്ടി. ഫഖാല ഇമ്രാൻ ബിൻ ഹുസൈൻ എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞു, ഇന്നക അഹ്മഖ്, നീ വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢിയാണ്, ആനമണ്ടനാണ്. അതജിദു ഫീ കിതാബില്ലാഹി സ്വലാത്ത മുഫസ്സറ, നമസ്കാരം വിശദമായി നീ അള്ളാഹിൻ്റെ കിതാബിൽ കണ്ടുക്കണം. അതജിദു ഫീ കിതാബില്ലാഹി സൗമ മുഫസ്സറ, നോമ്പ് വിശദമായി അള്ളാഹിൻ്റെ ഖുർആനിൽ നീ കണ്ടിട്ടുണ്ടോ? ഖുർആൻ എടുക്കേണ്ടെന്നല്ല ഇമ്രാൻ ഹുസൈൻ പറഞ്ഞ, അയാളുടെ ലക്ഷ്യം അതല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഖുർആൻ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ഹദീസുകൾ സ്വീകരിക്കണം നിർബന്ധമാണ്. ഇനി അടുത്തൊരു ഭാഗം, അള്ളാഹുവിൻ്റെ ഖുർആനിൽ സുന്നത്ത് പ്രമാണമാണ് എന്നറിയിക്കുന്ന എത്രയോ തെളിവുകളുണ്ട്. അള്ളാഹിൻ്റെ ഖുർആനിൽ എത്രയോ തെളിവുകൾ, ഹദീസ് പ്രമാണമാണെന്ന് അറിയിക്കുന്ന എത്രയോ തെളിവുകൾ അള്ളാഹിൻ്റെ ഖുർആനിലെ ആയത്തുകളാണത്. അതിൽ ചില ആയത്തുകൾ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ റിസാലത്ത് കൃത്യമായി നിറവേറ്റിയ ആളാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ട് അള്ളാഹിൻ്റെ റസൂൽ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന്? ആർക്കും ഇല്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു ഏൽപ്പിച്ചത് കൃത്യമായി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹൈറായതെല്ലാം നമ്മൾക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഷെറിൽ നിന്ന് ഏതൊക്കെ ഷെറുണ്ടോ ആ ഷെറിൽ നിന്നൊക്കെ വിട്ട് നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആയത്തുകൾ ഖുർആനിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹിൻ്റെ സംരക്ഷണം ഉണ്ട് ഈ വിഷയത്തിൽ. വമാ യൻതിഖു അനിൽ ഹവാ, റസൂലുള്ളാഹി സ്വന്തം ഇച്ഛപ്രകാരം ഒരു വാക്ക് പോലും ഉച്ചരിക്കൂല. വമാ യൻതിഖു അനിൽ ഹവാ. രണ്ടാമത് ഖുർആനിലുള്ള തെളിവ്, ഒരുപാട് ആയത്തുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ പിടിക്കൽ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ആയത്ത്. നമ്മൾ നേരത്തെ ഓതി, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. മൂന്നാമത് ഖുർആനിലുള്ള തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ആയത്തുകൾ. വഅതീഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടും. നാലാമത് ഖുർആനിലുള്ള തെളിവ്, നബിയെ പിൻപറ്റൽ നിർബന്ധമാണ് എന്നറിയിക്കുന്ന ആയത്തുകൾ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. ഖുൽ, പ്രവാചകരെ അങ്ങ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങളാണ് അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവർ എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ആ വാദത്തിന് റസൂലുള്ളാഹി മറുപടി പറയാണ്. ജൂത ക്രിസ്ത്യാനികൾ പറഞ്ഞു നടന്നിരുന്നു അള്ളാഹ്ക്ക് ഓലെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഞങ്ങളാണ് അള്ളാഹനെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു നടന്നിരുന്നു. അപ്പോൾ റസൂൽ അള്ളാഹനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഞാൻ നടന്നതുപോലെ നടക്കുക, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുക, ഞാൻ ഉംറ ചെയ്തതുപോലെ ഉംറ ചെയ്യുക, ഞാൻ ഖുർആൻ ഓതിയ പോലെ ഖുർആൻ ഓതുക, ഞാൻ ചെയ്തതുപോലെ ദീനീ കാര്യങ്ങൾ ചെയ്യുക. ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ പഠിക്കേണ്ടത് എന്നിൽ നിന്നാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, റസൂലുള്ളാഹിനെ പിൻപറ്റൽ നിർബന്ധമാണ് എന്നറിയിക്കുന്ന ആയത്തുകൾ തെളിവാണ്. മറ്റൊന്ന് അഞ്ചാമത്തെ തെളിവ് ഖുർആനിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് അവതരിച്ച ഖുർആനിൻ്റെ ആയത്തുകളെ വിശദീകരിക്കൽ റസൂലുള്ളാഹിയുടെ ഡ്യൂട്ടിയാണ്, നബിയുടെ ഉത്തരവാദിത്തമാണ് എന്നറിയിക്കുന്ന ആയത്തുകൾ കാണാം. وأنزلنا إليك الذكر لتبين للناس ما نزل إليهم. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങേക്ക് അള്ളാഹു നാം ദിക്ർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? തുബയ്യിന ലിന്നാസി, അങ്ങ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി, മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതരിച്ചതിനെ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഹദീസിനെ നിഷേധിച്ചാൽ അവൻ ഖുർആനെയാണ് നിഷേധിക്കുന്നത്. കാരണം ഖുർആനിൽ വ്യക്തമായി പറയാത്തത് അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞത് വിശദമാക്കി പറയേണ്ടൊക്കെ ഡ്യൂട്ടി ഹദീസിനാണുള്ളത്. അതുകൊണ്ട് തന്നെ പല മതവിധികളും നടപ്പിൽ വരുത്തണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കാതെ നമ്മൾക്ക് സാധിക്കുകയില്ല. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആറാമത്തെ തെളിവ് നബി ഖുർആൻ കേട്ടോ തെളിവ് പറയണത്, നമ്മൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടായാൽ
ആ തർക്കത്തിൽ നമ്മൾ വിധി നടത്താൻ നമ്മൾ സമീപിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിയുടെ മരണശേഷം റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെയാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അവർ ഈമാനുള്ളവരാവുകയില്ല. ഹത്താ യുഹക്കിമൂക, താങ്കളെ വിധി നടത്തിപ്പുകാരനാക്കുന്നതുവരെ, ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുണ്ടായ തർക്കങ്ങളിൽ താങ്കളെ വിധി നടപ്പാക്കുന്ന ഹാക്കിമാക്കുന്നതുവരെ അവർ ഒരിക്കലും വിശ്വാസികളാവുകയില്ല. പിന്നെ അവരെന്ത് ചെയ്യണം? സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്, താങ്കൾ വിധിച്ചതിൽ അവരുടെ മനസ്സിൽ യാതൊരുവിധ സങ്കോചമോ സംശയമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണ മനസ്സോടെ അവർ അതിനെ സ്വീകരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആരുടെ ഈമാൻ ശരിയാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏഴാമതായി ഖുർആനിൽ നിന്നുള്ള തെളിവ്, നമ്മളുടെ തർക്കങ്ങളിൽ നമ്മൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മടക്കണം, എന്ത് വിഷയം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. ഖുർആൻ മാത്രമല്ല ഇവിടെ പറഞ്ഞത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ തർക്കിക്കുന്നുവെങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അതിനെ മടക്കുക, അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. ഇനി അടുത്ത ആയത്ത്, ഏഴാമത്തെ ആയത്ത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിധികളോട് ആരെങ്കിലും എതിരായാൽ അവർക്കുള്ള ശക്തമായ താക്കീത് ഖുർആനിലുണ്ട്. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, പ്രവാചകന്റെ കൽപ്പനയെ തൊട്ട് അതിനെ നിഷേധിക്കുന്നവർ, അതിനോട് എതിരാകുന്നവർ, അവർ പേടിക്കണം. അൻ തുസീബഹും ഫിത്ന, അവർക്ക് കുഴപ്പം അവരെ ബാധിക്കാം. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എട്ടാമത്തെ തെളിവ് അതാണ്, പേടിക്കണം. നമ്മൾ റസൂലുള്ളാഹിക്ക് എതിരാണെങ്കിൽ നമ്മൾ പേടിക്കണം. ഒമ്പതാമത്തെ തെളിവ്, ഒരുപാട് ആയത്തുകളിൽ കാണാം അള്ളാഹിൻ്റെ റസൂല് പിൻപറ്റുന്ന, റസൂലുള്ളാഹി എങ്ങനെയാണ് കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തിയിരുന്നത്? അള്ളാഹിൻ്റെ വഹിയാണ്. നമ്മൾ നേരത്തെ ഓതിയ ആയത്ത് തന്നെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ, എനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയിനെ അല്ലാതെ ഞാൻ പിൻപറ്റുന്നില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പത്താമത്തെ തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്നെ അള്ളാഹുവിൽ നിന്ന് അവതീർണമായത് തന്നെയാണ് എന്ന് വിശ്വസിക്കണം. കാരണം അള്ളാഹു പറഞ്ഞു, വ അൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത, അള്ളാഹു താങ്കൾക്ക് ഖുർആൻ അവതരിപ്പിച്ചു, ഹിക്മത്തിനെയും അവതരിപ്പിച്ചു. അപ്പോൾ ഹിക്മത്തും തെളിവാണ്. ആ ഹിക്മത്ത് സുന്നത്താണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 11ാമത്തെ തെളിവ് ഖുർആനിൽ നിന്നുള്ള തെളിവാട്ടോ. ഹദീസ് സ്വീകരിക്കണം എന്നുള്ളതിന് അള്ളാഹിൻ്റെ വഹിയാണെന്ന്. ഖുർആൻ അള്ളാഹിൻ്റെ വഹി അല്ല, ഹദീസ് അള്ളാഹുവിൽ നിന്നുള്ള വഹി തന്നെയാണ്. അള്ളാഹു തന്നെയാണ് ഹദീസും പഠിപ്പിച്ചു കൊടുത്തത്. അത് ഇങ്ങനെ നിസ്കാരത്തിൻ്റെ വിധികൾ, നിസ്കാരത്തിൻ്റെ റുക്കൂ സുജൂദ് ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ചില ഹദീസുകളൊക്കെ നമുക്ക് ഓതുമ്പോൾ മനസ്സിലാകും. ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളുമിൻ, 7 എല്ലുകളിൽ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരോട് കൽപ്പിച്ചു? അള്ളാഹുവിൻ്റെ റസൂലിനോട് കൽപ്പിച്ചു. ഞാനിപ്പോൾ ഓതിയത് ഖുർആൻ്റെ ആയത്തല്ല, മറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളുമിൻ. അപ്പോൾ ഹദീസും അള്ളാഹുവിൻ്റെ വഹിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി സ്വന്തം ഇച്ഛ പ്രകാരം സംസാരിക്കൂല, ഉച്ചരിക്കുകയില്ല വാക്കുകൾ. അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കപ്പെടുന്ന വഹിയല്ലാതെ മറ്റൊന്നുമല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതൊക്കെ അതിൽ പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ കൃത്യമായി പിൻപറ്റുന്ന, ഫോളോ ചെയ്യുന്ന, ഖുർആനെ അനുധാവനം ചെയ്യുന്ന, ശിരസാ വഹിക്കുന്ന, നെഞ്ചോട് ചേർക്കുന്ന ഏതൊരു വ്യക്തിയും ഹദീസുകളെയും സ്വീകരിക്കുന്നവരാകും. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അവരോട് ചില ചോദ്യങ്ങൾ, ഖുർആനിലെ ചില സൂചനകൾ നമുക്ക് കാണാം. ഇപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് ഖിബില മാറി എന്ന് പറഞ്ഞു. ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നു ആദ്യം. പിന്നെയാണ് നമ്മൾ എങ്ങോട്ട് നിസ്കരിക്കാൻ തുടങ്ങിയത്? മക്കം ഹറമിലേക്ക്, കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ തന്നെയല്ലേ? ആദ്യം അങ്ങനെയായിരുന്നു. ഈ ബൈത്തുൽ മഖ്ദിസിലേക്കാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. എവിടുന്ന് കിട്ടി? അത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തല്ലേ?
അപ്പോൾ അത് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്താണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ റസൂലുള്ള പറഞ്ഞത് ദീനിൽ തെളിവാണ്. ഇനി മാത്രമല്ല, ഇനി അള്ളാഹു ആ ആയത്തൊന്ന് ഓതി മനസ്സിലാക്കും. വമാ ജഅൽനൽ ഖിബ്ലതല്ലതീ കുൻത അലൈഹാ, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ ഉണ്ടായിരുന്ന ഖിബ്ലയെ നാം ആക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഉണ്ടായിരുന്ന ഖിബ്ലയെ മാറ്റിയത് തന്നെ ആരാണ്? അള്ളാഹു നിശ്ചയിച്ചത് ആരാണത്? ആ ഖിബ്ല നിശ്ചയിച്ച ആരാണ്? അള്ളാഹു ആണ്. റസൂലുള്ള നാവിലൂടെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു ഉദാഹരണം, ഉഹില്ല ലക്കും ലൈലത സിയാമിർ റഫതു ഇലാ നിസാഇകും, നോമ്പിന് രാത്രി സമയങ്ങളിൽ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിന് തെറ്റില്ല. ഇത്തികാഫ് ഇരിക്കുന്നവർക്കല്ല കേട്ടോ, ഓർക്ക് ഈ നിയമമല്ല. രാത്രി ഇത്തികാഫിൻ്റെ അറിയാലോ, മുഅ്തകിഫ് ആയിരിക്കുക ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റില്ല, വീട്ടിലായിരിക്കുന്ന രാത്രി സമയത്ത് ബന്ധപ്പെടൽ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിറങ്ങി. അപ്പം അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുന്നു? നോമ്പിൻ്റെ ആദ്യ സമയത്ത് എന്തുണ്ടതിന്? രാത്രി സമയത്ത് ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ഒന്ന് ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റില്ല എന്നിരുന്നു. അപ്പോൾ അതാരാ ആദ്യം പഠിപ്പിച്ചു കൊടുത്ത്? റസൂലുള്ള. അതാരാ? അള്ളാഹുവിൽ നിന്ന് കിട്ടിയതായതുകൊണ്ടാണല്ലോ അള്ളാഹ് അനുവദിച്ചതെന്നു പറഞ്ഞത്. രണ്ടും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒരുപാട് തെളിവുകൾ നമ്മൾക്ക് കാണാം. 12ാമത്തെ ഒരു തെളിവ് ഖുർആൻ തന്നെ, ഹദീസ് സ്വീകരിക്കണം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചവൻ അള്ളാഹുവിനെയാണ് അനുസരിച്ചത് എന്നറിയിക്കുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൻ നിസായിലെ 80ാമത്തെ ആയത്ത്, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലെ അവരുടെ സംരക്ഷകനായി ഹഫീളായിട്ടല്ല നാം താങ്കളെ പറഞ്ഞയച്ചിട്ടുള്ളത്. 12 തെളിവ് നമ്മൾ ഖുർആൻ എന്ന് പറഞ്ഞു. 12 ആയത്തല്ല, ഖുർആനിൽ 12 രൂപത്തിൽ ഹദീസ് പ്രമാണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 തെളിവുകൾ നമ്മൾ ഓതി. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഹദീസ് പ്രമാണം. ഇനി അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ, ക്ലാസ്സിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഒരു 10 പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ. അധികമൊന്നുമില്ല, പെട്ടെന്ന് ഓടിച്ചു പോകാനുള്ളതുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5 പറഞ്ഞ പോലെ ഒരു 10 കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറയാം. ചുരുക്കിയൊരു 10 കാര്യങ്ങൾ. ഖുർആനും ഹദീസും പരസ്പര പൂരകങ്ങളാണ്. ഷഖീഖത്തുൽ ഖുർആനാണ്. ഒന്നിനെ കൂടാതെ കഴിയൂല. കാരണം ഖുർആനിലുള്ളത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹദീസ് നിർബന്ധമാണ്. 2, ഒരിക്കലും സ്ഥിരപ്പെട്ട ഹദീസുകൾ ഒരിക്കലും സുന്നത്തായി സ്ഥിരപ്പെട്ടത് ഒരിക്കലും ഖുർആൻ എന്താകൂല? എതിരാവൂല. അങ്ങനെയാണ് ചില ആളുകൾ, അത് ഖുർആനെതിരല്ലേ എന്ന്, ഖുർആന് എതിരല്ലേ എന്ന് ചില ആളുകൾ ചില ഹദീസുകളൊക്കെ പറയുമ്പോൾ മനസ്സിനാണ് സ്വീകരിക്കാൻ മനസ്സില്ല. അപ്പോൾ പിന്നെ അത് ഖുർആനെതിരാക്കുക. ഖുർആനും ഹദീസ് ഒരിക്കലും എതിരാവൂല. കാരണം രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അടുത്തത് 3ാമത്തെ അടിസ്ഥാനം, ഖുർആൻ കൊണ്ട് മാത്രം നമുക്ക് കഴിയൂല. അങ്ങനെ ആർക്കെങ്കിലും ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവൻ്റെ വാദത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓനക്ക് സ്വന്തം ഇസ്ലാമാണ്, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഇസ്ലാമിനെ കൊണ്ടു നടക്കും, ഓൻ്റെ ഇസ്ലാമിന് ഒരു സ്ഥിരതയുമില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ലാ സുബൂത്ത് അലി ഇസ്ലാമിൻ ബിലാ സുന്ന, സുന്നത്തില്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. വലാ യുഫ്ഹമു ഇസ്ലാമും ബിലാ സുന്ന, സുന്നത്തില്ലാതെ ഇസ്ലാം മനസ്സിലാകൂല. വലാ യുഖ്ബലു ഇസ്ലാമുൻ ബിലാ സുന്ന, സുന്നത്തില്ലാതെ ഇസ്ലാം സ്വീകരിക്കൂല. അതാണ് 3ാമത്തെ അടിസ്ഥാനം. 4, അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിച്ചവർ അള്ളാഹിനെയാണ് അനുസരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുർആനെ മുറുകെ പിടിച്ചവർ ഖുർആനെയാണ് മുറുകെ പിടിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹദീസിനോട് മുഖം തിരിക്കുന്നവർ ഖുർആനോടാണ് മുഖം തിരിക്കുന്നത്. 5, ഖുർആൻ മനസ്സിലാകണമെങ്കിൽ ഖുർആൻ ഹദീസ് കൂടാതെ കഴിയൂല, അസംഭവ്യമാണ്. യസ്തഹീലു ഫഹ്മുൽ ഖുർആൻ വൽ അമലു ബിഹി ബിമഅസിൻ അനി സുന്ന, സുന്നത്തിനെ കൂടാതെ ഖുർആൻ മനസ്സിലാക്കാനോ ഖുർആൻ കൊണ്ട് അമലെടുക്കാനോ കഴിയൂല, അസംഭവ്യമാണ്. കാരണം ഹദീസ് ഖുർആൻ്റെ വിശദീകരണമാണ്. 6ാമത്തത് ഹദീസ് സ്വതന്ത്ര പ്രമാണമാണ്. ഹദീസ് സ്വതന്ത്രമായി തന്നെ എന്താണ്? ഒരു പ്രമാണമാണ്. അതുകൊണ്ട് തന്നെ ഹദീസുകളോട് വല്ലാത്ത ഗൗരവം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അത് റസൂലുള്ള പറഞ്ഞതാണ് എന്നുള്ളൊരു ഗൗരവം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു മകനോട് മിണ്ടാതിരിക്കാനുള്ള കാരണം പോലും, ചീത്ത പറയാനുള്ള കാരണം,
റസൂലുള്ള പറഞ്ഞു എന്ന് ഇബ്നു ഉമർ പറഞ്ഞിട്ട് മൂപ്പരുടെ മകൻ അതിനെ നിഷേധിച്ചതാണ്. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ എന്ത് ചെയ്യരുത്, തടയരുത് എന്ന് ഹദീസ്. അപ്പോൾ ഇബ്നു ഉമറിന്റെ മകൻ പറഞ്ഞു, ഞാൻ തടയും പറഞ്ഞു. അപ്പോൾ ഇബ്നു ഉമർ ശക്തമായി താക്കീതല്ലേ, അള്ളാന്റെ റസൂല് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്, എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഗൗരവമാണെന്നാണ്. അത്ര രൂപത്തിൽ ഇബ്നു ഉമർ ചൂടായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല റളിയല്ലാഹു അൻഹു അജ്മഈൻ. അത്ര രൂപത്തിൽ ഇബ്നു ഉമർ ചൂടായിട്ട് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, ഖുർആൻ ഹദീസ് സ്വതന്ത്ര പ്രമാണമാണ്, അത് മുഴുവൻ പ്രമാണമാണ്, ഒക്കെ വഹിയാണ്. നബിയുടെ വാക്കുകളും നബിയുടെ പ്രവൃത്തികളും നബിയുടെ അംഗീകാരങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് അള്ളാഹു തന്നെ പഠിപ്പിച്ചു എന്നാണ് റസൂലുള്ളാഹിയിലൂടെ. കാരണം അതിന് ഇനി ഇബാദത്തിലുള്ള ഹദീസ് എടുക്കുക, ഇടപാടുകളിലെ ഹദീസ് നമ്മൾ എടുക്കണ്ട, അഖീദൻ്റെ ഹദീസ് എടുക്കുക, പിന്നെ ഫിഖ്ഹിൻ്റെ ഹദീസ് എടുക്കണം, അങ്ങനെയൊന്നുമില്ല. റസൂലുള്ള പറഞ്ഞ വാക്ക്, റസൂലുള്ള പറഞ്ഞ പ്രവൃത്തി, റസൂലുള്ളാഹിൻ്റെ അംഗീകാരം മുഴുവൻ തെളിവുകളാണ്. എട്ടാമത്തെ അടിസ്ഥാനം 6 നമ്മൾ പറഞ്ഞല്ലോ, സുന്നത്ത് സ്വതന്ത്ര പ്രമാണമാണ്. 7 എല്ലാം പ്രമാണമാണ്. അതിനി പിന്നെ ചിലതെന്ന് എടുക്കരുത്, ചിലത് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. 8ാമത്തെ അടിസ്ഥാനം എപ്പോഴും സുന്നത്ത് പ്രമാണമാണ്. ഇന്നലെ പ്രമാണേനു, ഇന്ന് പ്രമാണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രമാണേനു, ഇന്ന് പ്രമാണമല്ല, അങ്ങനെയൊന്നുമില്ല. എപ്പോഴും സുന്നത്ത് പ്രമാണമാണ്. അതെപ്പോഴും പ്രമാണമായിരിക്കാനും ചെയ്യും. പിന്നെ മാത്രമല്ല, അത് പ്രമാണമാണ് എന്നുള്ളതിൽ ഉമ്മത്തിന് ഇജ്മാ ഉള്ള വിഷയമാണ്. ഒരു മനുഷ്യൻ അവൻ മുസ്ലിം ആയിരിക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് റസൂലുള്ളാഹിന്റെ ഹദീസ് പ്രമാണമാണെന്നുള്ള വിഷയം. അതുകൊണ്ട് ഇസ്ലാമിനോട് യാതൊരു ബന്ധമില്ലാത്തവന് ഈ ഒരു വാക്കുമായിട്ട് ബന്ധമല്ല. ഇനി ഹദീസ് നിഷേധിക്കുന്നവർ, അവർ ഹദീസിനെ ശത്രുത പുലർത്തുന്നവർ, അവരോട് നമ്മൾ ശത്രുത പുലർത്തണം. കാരണം അവർ ഇസ്ലാമിനോടാണ് ശത്രുത പുലർത്തുന്നത്. ഈ വിഷയത്തിൽ ഷെയ്ഖ് അവസാനമായി 3 ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അറബിയാണ്. ഞാൻ ആ 3 ഗ്രന്ഥങ്ങളുടെ പേര് പറയാം. ഇത് ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 റിസാലകൾ. ഒന്ന് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ വുജൂബുൽ അമൽ ബി സുന്നത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വ കുഫ്റു മൻ അൻകറഹ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. ഹദീസുകൾ പ്രമാണമായി അമൽ ചെയ്യൽ നിർബന്ധമാണ്, അത് നിഷേധിക്കുന്നവർ കാഫിറാണെന്ന് അറിയിക്കുന്ന ഒരു ഗ്രന്ഥം. മറ്റൊന്ന് മൻസിലത്തു സുന്ന ഫി തശ്രീഇൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ സുന്നത്തിൻ്റെ സ്ഥാനം എന്നറിയിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് അമാൻ റഹിമഹുള്ളയുടെ ഒരു ഗ്രന്ഥം. അവസാനമായിട്ട് അൽ ഖുർആനിയൂൻ വ ശുബ്ഹാതുഹും ഹൗല സുന്ന, ഖുർആനികൾ എന്ന് വിളിക്കുന്നവരും സുന്നത്തിന് ചുറ്റും അവരുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളും എന്നുള്ള പേരിൽ ദക്തൂർ ഖാദിം ഹുസൈൻ റഹിമഹുള്ള എഴുതിയ ഒരു ഗ്രന്ഥം. ഈ 3 ഗ്രന്ഥങ്ങളും ഈ വിഷയത്തിൽ വിലപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ സൂചിപ്പിച്ചു വന്നത് ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഉത്തർപ്രദേശിൽ പിന്നെ UP-യിൽ നമ്മൾ ഹദീസുമായി ബന്ധപ്പെട്ട് ജാമ്യയിൽ നിന്നൊരു യാത്ര പോയി. ആ യാത്രയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഹദീസുകൾ ബുഖാരി മുസ്ലിമിനൊക്കെ സനദൊക്കെ കൊടുക്കുന്ന വലിയൊരു ഹദീസ് പണ്ഡിതൻ. ഉത്തരേന്ത്യയിൽ ഈ ഹദീസുകളുടെ സേവനം വളരെ വലുതാണ് നമുക്കറിയാം. അപ്പോൾ ഒരു വലിയ പ്രായമായ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ രോഗമാണെങ്കിലും നമ്മളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി, ജാമ്യയിലെ വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി അദ്ദേഹം വന്നു. അദ്ദേഹം അവിടെ ഇരുന്നു കുറേ സംസാരിച്ചു. പിന്നെ നമ്മൾ അദ്ദേഹവുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങി, ആ സദസ്സിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹം നമ്മുടെ പിറകെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ, ആ പണ്ഡിതന് അങ്ങോട്ടായിരിക്കും നമ്മുടെ കൂടെ ആ റോട്ടിൽ തന്നെ ആയിരിക്കും പോകേണ്ടി വരിക. നമ്മളിങ്ങനെ നടന്ന് ഒരു റോഡെത്തിയപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഇതുവരെ ഞാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മൂപ്പര് അത്രയും നേരം നമ്മളെ അനുഗമിച്ചത്, നമ്മളെ യാത്രയാക്കിയതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര പ്രായമുള്ള പണ്ഡിതൻ, വളരെ പ്രായമുള്ളൊരു പണ്ഡിതന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അദ്ദേഹം പഠിച്ചതാണ്. ഒരു അതിഥി വന്ന് അവരെ യാത്രയാക്കുമ്പോൾ, നമ്മൾ വേറെ നാട്ടിൽ നിന്നാണല്ലോ, അപ്പോൾ ഒരു അതിർത്തി പ്രദേശം വരെ അല്ലെങ്കിൽ ഒരു അതിരി വരെ അവരെ കൊണ്ടയാക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ആ സുന്നത്ത് ഞാൻ പ്രാവർത്തികവൽക്കരിച്ചു. മൂപ്പര് കയ്യിൽ വടി വെച്ചിട്ടാണ് നടക്കണേ. നമ്മളത് കണ്ടപ്പോൾ സത്യമായിട്ടും കരഞ്ഞുപോയി. കാരണം നമ്മൾ ഇത്ര കാലം ജാമ്യയിലെ ഹദീസ് കോളേജിൽ പഠിച്ചു, ഹദീസിൽ PG പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുമായി നമ്മളുടെ ബന്ധം എന്താണ് നമ്മൾ ആലോചിക്കുക. നമ്മളെപ്പോഴും ഹദീസുകളുമായി റസൂലുള്ളാഹിന്റെ ഹദീസിനോട് കൃത്യമായൊരു നിലപാട് നമ്മൾ ഉണ്ടാക്കുക. ഞാൻ ആദ്യം പറഞ്ഞൊരു സന്ദർഭം എപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ
എൻ്റെ മുമ്പിൽ വന്ന്, നിങ്ങളുടെ മുമ്പിൽ വന്ന് നബി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മളത് ചെയ്യൂലേ, എന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യൂലേ. അത്ര ഗൗരവം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസുകൾക്കും കൊടുക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസുകളെ സ്വീകരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഹദീസിൻ്റെ ഖുർആനിൻ്റെ ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായും ശാരീരികമായും രോഗമുള്ളവരുടെ രോഗം അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ഹാദാ വല്ലാഹു അലം. വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന ഹബീബിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.